ഒരാണ്ടിന്റെ നിറസാഫല്യവുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി പടികടന്നെത്തുന്നു. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും പൊൻകിരണവുമായി നാളെ തിരുവോണം. ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക്. തിരുവോണത്തിന് 10,000 പേർക്ക് പ്രസാദൂട്ടൊരുക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് തൃശൂരിൽ മൌനജാഥ നടന്നു. പട്ടിക്കാട് വൻ സ്പിരിറ്റ് വേട്ട. 18,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിൽ. പോലീസ് അക്കാദമിയിലെ IR ബറ്റാലിയനിലെ സേനാംഗങ്ങൾക്ക് തിരുവോണത്തിന് അവധി പ്രഖ്യാപിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്തകൾ വിശദമായി. ഒരാണ്ടിന്റെ നിറസാഫല്യവുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി പടികടന്നെത്തുന്നു. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും പൊൻകിരണവുമായി നാളെ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കുള്ള ഇഷ്ടവിഭവങ്ങൾ തയ്യാറാക്കാനുള്ള തിരക്കിലാണ് വീട്ടമ്മമാർ. മാവേലിയുടെ പ്രതിരൂപമെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കാക്കരയപ്പനെ വീടുകളിൽ ആറാപ്പോ വിളികളോടെ ഉത്രാട ദിനമായ ഇന്ന് സന്ധ്യയോടെ പ്രതിഷ്ഠിച്ചതോടെ നാടും നഗരവും ഓണലഹരിയിലായി. ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ സന്ദർശിക്കാനെത്തുന്ന മാവേലി മന്നനെ വരവേൽക്കാനായി ഓരോ മലയാളി ഗൃഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അസുര ചക്രവർത്തിയായിരുന്ന മഹാബലി തന്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ വരുന്നതാണ് ഓണമെന്ന ഐതിഹ്യമെങ്കിൽ കള്ളക്കർക്കിടകത്തിലെ ഞാറ്റുവേലകളിൽ ചെയ്ത വിവിധ കൃഷികളുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയായാണ് ഓണത്തെ മലയാളി കാണുന്നത്. ജീവിതത്തിന്റെ എല്ലാ തിരക്കുകൾക്കും ആശങ്കകൾക്കും വിട നൽകി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കും. കേരളത്തിന് പുറത്തുള്ളവർ കുടുംബത്തിൽ ഒത്തുചേരുന്ന സംഗമവേള കൂടിയാണ് ഓണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ഓണം ആഘോഷിക്കാനായി സ്വദേശങ്ങളിലെത്തി. ഓണക്കോടിയുടുത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊത്ത് നാളെ ഓരോ മലയാളിയും വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണും. തിരുവോണപ്പുലരിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണന് തിരുമുൽ കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു. ഭക്തർ മത്സരബുദ്ധിയോടെ എത്തിയതോടെ ഭഗവത് സന്നിധിയിൽ 100 കണക്കിന് കാഴ്ചക്കുലകൾ കുന്നുകൂടി. ശിവേലിക്ക് ശേഷം രാവിലെ 7 മണിയോടെയാണ് കാഴ്ചക്കുല സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിനകത്ത് സ്വർണ്ണക്കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കില് വെച്ചതിനു മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി പട്ടിൽ പൊതിഞ്ഞ ആദ്യകുല സമർപ്പിച്ചു. തുടർന്ന് കീഴ്ശാന്തിമാരായ വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി, തേലംപറ്റ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. ഭൌതിക ശരീരം വൈദ്യപഠനത്തിനായി ദില്ലി എയിംസിന് കൈമാറി. ദില്ലി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. AKG ഭവനിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് മൃതദേഹം എയിംസിലേക്ക് എത്തിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് യെച്ചൂരിയുടെ ഭൌതിക ശരീരം ദില്ലി എയിംസിന് കൈമാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. സോണിയാഗാന്ധി, ശരത് പവാർ, സിസോദിയ, അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ കക്ഷി നേതാക്കൾ യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. എയിംസിലേക്കുള്ള വിലാപയാത്രയിലും നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. അന്തരിച്ച CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ച് തൃശൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. MO റോഡിലെ MES സ്ക്വയറിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, രവികുമാർ ഉപ്പത്ത്, ജോസ് വള്ളൂർ, KK വത്സരാജ്, അഡ്വക്കേറ്റ് CT ജോഫി, CA റഷീദ്, PK ഷാജൻ, UP ജോസഫ്, K രവീന്ദ്രൻ, യൂജിൻ മൊറോലി, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് തുടങ്ങിയവർ യെച്ചൂരിയെ അനുസ്മരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് മൌനജാഥയായിട്ടാണ് പ്രവർത്തകർ അനുസ്മരണ വേദിയിലെത്തിയത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എയിംസ് അവിടെ മഴ പെടുകയുണ്ട്. സോ യെച്ചൂരിക്ക്
പാലക്കാട് വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തിയ 18,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച വൈകിട്ട് ദേശീയപാത മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ പിക്കപ്പ് വാനിൽ കടത്തിയ 1,400 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്നയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പട്ടിക്കാട് കാലിത്തീറ്റ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ 17,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. വളം ചാക്കുകളുടെയും പ്ലൈവുഡുകളുടെയും ഇടയിലാണ് കന്നാസുകളിലായി സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. കുന്നംകുളം പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി തരകൻ വീട്ടിൽ പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ കാക്കശ്ശേരി വീട്ടിൽ ആദർശ്, കല്ലിടാത്ത കുന്നത്തേരി വീട്ടിൽ സുർജിത്ത്, പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി ഉറവിൽ വീട്ടിൽ ആഷിഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഓണവിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. പോലീസ് അക്കാദമിയിലെ IR ബറ്റാലിയനിലെ സേനാംഗങ്ങൾക്ക് തിരുവോണത്തിന് അവധി പ്രഖ്യാപിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തമുഖങ്ങളിൽ സേവനമനുഷ്ഠിച്ച സേനയാണ് IR ബറ്റാലിയൻ. ഓണം കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷിക്കാൻ പോലീസുകാർക്ക് അവസരമുണ്ടാക്കണമെന്ന DGPയുടെ സർക്കുലർ നിലനിൽക്കെയാണ് SI ട്രെയിനികൾക്കുൾപ്പെടെ അവധി നിഷേധിച്ചത്. അവധി നിഷേധിച്ച വാർത്ത TCV റിപ്പോർട്ട് ചെയ്തതോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടുകയായിരുന്നു. അക്കാദമിയിലെ പോലീസുകാർക്ക് അവധി നിഷേധിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി AN സന്തോഷ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എളവള്ളി പഞ്ചായത്തിലെ തകർന്ന പണ്ടറക്കാട് തിണ്ടി റോഡിൽ യാത്രാ ദുരിതമായി. കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ഈ റോഡിലൂടെ ഓട്ടോറിക്ഷകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഈ റോഡിൽ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ എളവള്ളി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 തവണ ഞാനിപ്പോൾ ഇവിടെ വീണിട്ട് സൈലൻസർ കാലുമ്മ തട്ടിയിട്ട് കാല് പുള്ളി. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ സംഭവമാണ്. നമുക്ക് വൈകുന്നേരം നമുക്കൊരു 7 മണിക്കൊക്കെ നമ്മൾ തിരിച്ചു വരുന്നവരാണെങ്കിൽ നമുക്കൊരു രക്ഷയില്ല. റോഡ് ഏതാ തോട് ഏതാ കുഴി ഏതാന്ന് അറിയില്ല. ഇത്രയ്ക്കധികം ശക്തിയിൽ മഴ പെയ്തിട്ട് പോലും നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് ഈ വഴി വരാനേ പറ്റാത്തൊരവസ്ഥ. നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്ന തിണ്ടി പണ്ടറക്കാട് റോഡിനോട് പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികൃതരോടും പലതവണ പരാതിപ്പെട്ടിട്ടും കുണ്ടും കുഴിയുമായി തകർന്ന് ശോചനീയാവസ്ഥയിലായ റോഡ് പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങളിപ്പോൾ ആളുകൾ ഇവിടെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഒരു പഞ്ചായത്തിലെ ഒരാളും ഇത് തിരിച്ചു നോക്കിയിട്ടില്ല പെടുത്തുന്നു. ഇത് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പണ്ടറക്കാട് തിണ്ടി റോഡിലെ കൾവർട്ട് ഇടിഞ്ഞിരുന്നു. തിണ്ടി പണ്ടറക്കാട് റോഡിനോടും എളവള്ളി പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണന വർഷങ്ങളായി തുടരുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ച് റോഡിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ വഴിയിൽ തടഞ്ഞ് ശക്തമായ സമരവുമായി വീണ്ടും രംഗത്ത് വരുമെന്ന് കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പറഞ്ഞു. നിരവധി വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ കാണുന്ന റോഡ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് നിരവധി സമരങ്ങളും നിരവധി ശുപാർശകളും നിരവധി അപേക്ഷകളും ഉണ്ടായിട്ട് പോലും അതിനെതിരെ മുഖം തിരിച്ച ആളുകളാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പഞ്ചായത്ത് അധികാരികൾ. TCV ന്യൂസ് പാവർട്ടി. കുന്നംകുളം ഒറ്റപ്പിലാവിന് സമീപം തകർന്ന കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കൽ തുടങ്ങി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ വലിയ പൈപ്പ് കാലപ്പഴക്കം മൂലം 3 ദിവസം മുൻപാണ് പൊട്ടിയത്. ഇതേ തുടർന്ന് 4.5 കോടി രൂപ ചെലവിട്ട് അടുത്തിടെ BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് തകർന്നിരുന്നു. കാട്ടകാമ്പാൽ, കടവല്ലൂർ, പോർക്കുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ ചില ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം ഭാഗികമായി നിലയ്ക്കുകയും ചെയ്തു. റോഡ് വലിയ തോതിൽ പൊളിച്ചാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഞായറാഴ്ച ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം നീളാനാണ് സാധ്യത. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ 6 മാസം മുൻപ് തകർന്ന റോഡ് ഇതുവരെ റീടാർ ചെയ്തിട്ടില്ല. ജല അതോറിറ്റിയുടെ അനാസ്ഥയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെങ്കിടങ്ങ് മേച്ചേരിപ്പടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുക ഉയർന്നത് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഗുരുവായൂരിൽ നിന്നും കാഞ്ഞാണി വഴി തൃശൂരിലേക്ക് പോകുന്ന സെന്റ് റാഫേൽ ബസ്സിൽ നിന്നാണ് പുക ഉയർന്നത്. വെങ്കിടങ്ങ് മേച്ചേരിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം ബസിന്റെ പുറകിൽ നിന്നും ശക്തമായ പുക ഉയർന്നതോടെ ബസ് നിർത്തുകയും യാത്രക്കാരെ സുരക്ഷിതരായി വേഗം ഇറക്കുകയുമായിരുന്നു.
പോലീസും അഗ്നിരക്ഷാസേനയും എത്തുന്നതിന് മുൻപ് ബസ് ജീവനക്കാർ തന്നെ ഡീസൽ ടാങ്കിലെ പൈപ്പ് വേർപെടുത്തി പുക നിയന്ത്രണ വിധേയമാക്കി. കുന്നംകുളം പാറേമ്പാടത്ത് ലോറിയിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലം സ്വദേശിനി പഞ്ഞിങ്ങാട്ട് വീട്ടിൽ മല്ലികയ്ക്കാണ് പരിക്കേറ്റത്. പാറേമ്പാടത്ത് ബസ്സിറങ്ങി പഴഞ്ഞി റോഡിലേക്ക് റോഡ് മുറിഞ്ഞു കടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തുനിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വയോധികയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിന് 70 ലക്ഷം രൂപ അനുവദിച്ചു. വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കാഷ്വാലിറ്റി എക്സ്പാൻഷൻ ബ്ലോക്കും ലേബർ റൂം ബ്ലോക്കും ഒപി ബ്ലോക്കും ഉൾപ്പെടെ 45,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്കായി അനുവദിച്ച 70 ലക്ഷം രൂപ പദ്ധതിയുടെ ഡിപിആർ തയ്യാറാക്കുന്നതിനും നിർവഹണത്തിനും ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി. കാഷ്വാലിറ്റി ബ്ലോക്കിലെ മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണത്തിനായി പ്രത്യേകം മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തി ഡിപിആർ തയ്യാറാക്കുന്നതിനും വാപ്കോസ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയതായി എംഎൽഎ അറിയിച്ചു. ഇനി ഓണം വിശേഷങ്ങളിലേക്ക്. നന്മയുടെ അടയാളമായി അറിയപ്പെട്ടിരുന്ന തുമ്പപ്പൂ തൊടികളിൽ വിരളമായെങ്കിലും ഗ്രാമികയുടെ മുറ്റത്ത് എന്നും പൂത്തുലഞ്ഞു കാണാം നട്ടുവളർത്താതെ താനെ മുളയ്ക്കുന്ന തുമ്പപ്പൂച്ചെടികൾ. ഗ്രാമികയിൽ സംഘടിപ്പിക്കുന്ന നാട്ടുപൂക്കള മത്സരത്തിനായി കുട്ടികൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന തുമ്പച്ചെടികളിൽ നിന്നുള്ള വിത്ത് വീണ് മുളച്ചാണ് വ്യാപകമായത്. ഇപ്പോൾ നാട്ടുകാർ ഓണത്തിന് തുമ്പപ്പൂ കണ്ടെത്തുന്ന പ്രധാന സ്ഥലം ഈ മുറ്റമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ തുമ്പപ്പൂവ് കാണാമെങ്കിലും ഇതുപോലെ കൂട്ടമായി നിൽക്കുന്നത് വിരളമായിരിക്കും. എന്നാൽ നാട്ടിൻപുറങ്ങളിൽ പോലും തുമ്പച്ചെടികൾ അപൂർവമായതോടെ പകരം വെക്കാൻ മറ്റൊന്നില്ലാത്തതിനാൽ പല സ്ഥലത്തും ഓണത്തിന് പേരിന് മാത്രം തുമ്പപ്പൂവ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വിവിധ നിറത്തിലുള്ള രാജമല്ലി, പവിഴമല്ലി, അശോകമല്ലി, മന്ദാരം എന്നിവയും ഗ്രാമികയുടെ മുറ്റത്ത് പൂത്തു നിൽക്കുന്നുണ്ട്. പാടത്തും പറമ്പിലും കാണുന്ന നാട്ടുപൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കള മത്സരം 20 വർഷമായി ഓണക്കാലത്ത് ഗ്രാമികയിൽ നടത്തുന്നുണ്ട്. കൂടുതൽ ഇനം പൂക്കൾ കണ്ടെത്തി കൊണ്ടുവരുന്നതും മത്സരത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തുനിന്നും ഇങ്ങനെ തുമ്പക്കുടം ഒന്നും ഇല്ലാതായി തീരുന്നു എന്നുള്ളൊരവസ്ഥയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ അതിവിടെ ധാരാളമായിട്ടുണ്ട്. ഇതിവിടെ നാട്ടുപൂക്കള മത്സരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടത്തുന്ന അതിലെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന അതിങ്ങനെ കിടന്ന് മുളച്ച് ഉണ്ടായിട്ടുള്ള പൂക്കൾ തന്നെയാണ്. 35 ഇനം നാട്ടുപൂക്കൾ വരെ കഴിഞ്ഞ വർഷം പൂക്കളത്തിനായി ഉപയോഗിച്ചിരുന്നു. നാട്ടുപൂക്കളെ തിരിച്ചറിയുന്നതും ഒരു മത്സര ഇനമാണ്. TCV ന്യൂസ്, മാള. നാലോണ നാളിൽ തൃശൂർ നഗരം കീഴടക്കാൻ ഇറങ്ങുന്ന പുലിക്കളിക്കൂട്ടങ്ങൾ പുലിമടകളിൽ ഒരുങ്ങി. ഇത്തവണ 7 പുലിക്കളി ടീമുകളാണ് നഗരത്തിൽ ഇറങ്ങുന്നത്. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പുലിമടകളിൽ നിന്ന് ശക്തന്റെ മണ്ണിലേക്ക് വീറും വാശിയോടെയും എത്തുന്ന പുലിക്കൂട്ടങ്ങളുടെ ഒരുക്കങ്ങൾ പുലിമടകളിൽ തകൃതിയായി നടക്കുകയാണ്. ദേശത്തിന്റെ ഒത്തൊരുമയുടെ വിജയമാണ് ഓരോ പുലിക്കളി സംഘങ്ങളും. ഇത്തവണ 10 സംഘങ്ങൾ പുലിക്കളി നടത്താൻ മുന്നോട്ട് വന്നെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വം കാരണം 3 സംഘങ്ങൾ പിന്മാറി. 7 പുലിക്കളി സംഘങ്ങൾ മാത്രമാണ് രംഗത്തുള്ളത്. സീതാറാം മിൽദേശം പുലിക്കളി സംഘാടക സമിതി, യുവജന സംഘം വിയൂർ ദേശം പുലിക്കളി സംഘം, ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളി ആഘോഷ കമ്മിറ്റി, കാനാട്ടുകര ദേശം പുലിക്കളി, ചക്കാമുക്ക് ദേശം പുലിക്കളി, പാട്രായ്ക്കൽ ദേശം കലാകായിക സാംസ്കാരിക സമിതി എന്നീ സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിക്ക് ഇറങ്ങുന്നത്. വീറും വാശിയും നിറഞ്ഞ പുലിക്കളി മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ സജീവമായതായി സീതാറാം മിൽദേശം പുലിക്കളി സംഘാടക സമിതി അംഗങ്ങളായ കെ കേശവദാസ്, വർഷങ്ങളായി പുലിവേഷം വരയ്ക്കുന്ന TM പ്രസാദ്, പുലിവേഷം കെട്ടുന്ന K മുരളി എന്നിവർ പറഞ്ഞു. പുലിക്കളിയുടെ ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മാസത്തോളം ഉണ്ടായ അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ടീമുകൾക്കൊന്നും. അപ്പോൾ അതിനുശേഷം തീരുമാനം വന്നതിന് ശേഷം എല്ലാ പുലിമടകളും ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും ഏകദേശം അടുത്ത് കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഒരു 4 ദിവസം കൂടെ ഉള്ളൂ. നാലോണത്തിൻ്റെതായി അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കൊല്ലം അടിപൊളിയായിട്ട് ഒന്നുകൂടി നടത്താനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയിട്ട്. ഈ കൊല്ലം ഞങ്ങൾ എല്ലാ സമ്മാനങ്ങളും കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. ഒരുക്കങ്ങളൊക്കെ സാമ്പത്തികത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാ വയനാടിൻ്റെ കേസ് വന്നതോടുകൂടി ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇനി ഇവിടെ ഞങ്ങൾ ഒന്നുകൂടി പിടിക്കാനുള്ള പരിപാടിയാണ്. പിരിവൊക്കെ ഭയങ്കര മോശമാണ്. അല്ല അതാണ്
സഹായം കുറവാണ് ആൾക്കാരെ എന്നൊക്കെ എല്ലാവരും സഹായിക്കണം, എന്നാലാണ് നമ്മളെ വിജയിപ്പിക്കാൻ പറ്റുള്ളത്. പുലിമടകളിൽ പുലിമുഖങ്ങൾ, പുലിവേഷം, പുലിവണ്ടി, ചമയ പ്രദർശനം, ഹരിതവിസ്മയം നിറഞ്ഞ ടേബിളുകൾ തുടങ്ങിയവയെല്ലാം ഒരുങ്ങുകയാണ്. നാലോണ നാളായ 18-ാം തീയതി ബുധനാഴ്ചയാണ് പുലിക്കൂട്ടങ്ങൾ ശക്തന്റെ മണ്ണിലേക്ക് അരമണി കിലുക്കി നഗരം കീഴടക്കാനിറങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ. മലയാളിയുടെ മനസ്സിൽ നഷ്ടസ്വർഗങ്ങളുടെ ദുഃഖസിംഹാസനമൊരുക്കി കൽപ്പാന്തകാലമായി കൂടിയിരിക്കുന്ന സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകി ആലപിച്ച ഓണപ്പെരുമ മറക്കരുതേ എന്ന സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു. തുമ്പക്കൂടത്തിൻ്റെ ചോട്ടിൽ പൂതുമ്പി പതുങ്ങണ കണ്ടോ, തുമ്പക്കൂടത്തിൻ്റെ ചോട്ടിൽ പൂതുമ്പി പതുങ്ങണ കണ്ടോ. പണ്ടത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഇപ്പോഴത്തെ ഓണാഘോഷവേളയിൽ പഴമയും തനിമയും ഇഴചേർന്ന പോയകാല ഓണത്തെക്കുറിച്ചുള്ള ഗൃഹാതുരതയാർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് ഈ ഗാനാവിഷ്കാരം. മുറ്റത്തെ തെച്ചിക്കും നാണം വന്നേ, നെയ്യാകത്തോന്നത് കണ്ടോ, ഓണം കൊള്ളാനൊരു മൂലം വന്നേ, ഓടിവാ മക്കളെ ഓടിവായോ, ഓടിവാ മക്കളെ ഓടിവായോ. പുതിയ തലമുറക്കാർക്ക് ഇതിനോടുള്ള താല്പര്യം, അവർക്ക് അതിനൊന്നും ഒഴിവില്ലല്ലോ. ഈ മൊബൈൽ കളിക്കുക, ലാപ്ടോപ്പ് കൊടുത്ത് കളിച്ച് കൂനി കൂടിയിരുന്ന് അങ്ങ് നോക്കുക. അവർ ഏത് കാര്യത്തിനും ഓണം കൊള്ളുന്ന സമയത്തോ ഓണത്തിൻ്റെ സദ്യ വിളമ്പുന്ന ഇതിനൊന്നും അവർക്ക് ഒഴിവില്ല. അവർ വന്നിട്ട് അച്ഛനമ്മയുടെ നിന്ന് ഇത് കാണാനൊന്നുമില്ല അവരെ തിരക്ക്. അവർക്ക് ഈ മൊബൈലിൽ ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു യുഗമാണ് ഇപ്പോഴേ, ഇതില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനൊരു പ്രമേയമാണ് ഈ പ്രാവശ്യം പാട്ട് ചെയ്തിട്ടുള്ളത്. പുതിയ ലോകത്തിന്റെ തിരക്കുകളിൽ അന്യമായി പോകുന്ന പഴയകാല ഒത്തുചേരലുകൾ ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം രചിച്ചത് ശശികല വി മേനോനാണ്. ES സുദീപാണ് ക്യാമറയും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. ശേഖർ നാരായണൻ, സംഗീത വിദ്യാധരൻ, സിനോജ് വിശ്വനാഥ്, അനില സജിത്, ഋതിക, ഐറ കൃഷ്ണ, സലിൻ അന്തിക്കാട് എന്നിവർ വേഷമിട്ട സംഗീതാവിഷ്കാരത്തിന് അമൃതവർഷിണി നൃത്തക്കൂട്ടായ്മയിലെ കലാകാരികളുടെ തിരുവാതിര ചുവടുകൾ കൂടുതൽ ചാരുത പകർന്നിരിക്കുന്നു. മഞ്ഞളരച്ച് മുഖത്ത് തേച്ച് മുക്കുറ്റി നിക്കണ കണ്ടോ, മുറ്റത്തെ തെച്ചിക്കും നാണം വന്നേ, നെയ്യാകത്തോന്നത് കണ്ടോ. ഉത്രാടപ്പുലരിയിൽ വിദ്യാധരൻ മാസ്റ്റർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് പേജിൽ റിലീസ് ചെയ്ത ഗാനാവിഷ്കാരം ആസ്വാദക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഓണം കൊള്ളാനൊരു മൂലം വന്നേ, ഓടിവാ മക്കളെ ഓടിവായോ, ഓടിവാ മക്കളെ ഓടിവായോ. തുമ്പക്കൂടത്തിൻ്റെ ചോട്ടിൽ പൂതുമ്പി പതുങ്ങണ കണ്ടോ. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ഓണത്തെ വരവേറ്റ് ചിങ്ങപ്പൂത്താലം നീട്ടി ചാറ്റിലാംപാടം. ആയിരക്കണക്കിന് കുഞ്ഞു പൂക്കൾ നിറച്ച പൂത്താലം നീട്ടി ഓണത്തെ വരവേൽക്കുകയാണ് മലയോരത്തുള്ള ചാറ്റിലാംപാടം. മറ്റത്തൂർ, കൊടകര, കോടശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന മലയുടെ താഴ്വാരത്തെ പാടവരമ്പുകളിലും തോട്ടിറമ്പുകളിലും പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓണത്തെ വരവേറ്റ് പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ പൂക്കളുടെ നിറശോഭയ്ക്ക് തെല്ല് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കുറയാതെയാണ് ഇവ പൂത്തു നിൽക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ വർഷം മുഴുവനും ഈർപ്പം നിലനിൽക്കുന്ന മണ്ണിൽ വളർന്നു പുഷ്പിക്കുന്ന ഇംബേഷ്യൻസ് ചൈനൻസിസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വയലറ്റ് കലർന്ന നീളമേറിയ ഇലകളാണ് ഈ ചെടികൾക്ക്. പരമാവധി 40 സെന്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഇവയുടെ പൂക്കൾക്ക് പിങ്ക് നിറമാണ്. കാശിത്തുമ്പപ്പൂക്കളോട് സാമ്യമുള്ള ഇവയ്ക്ക് ആവണിപ്പൂക്കൾ എന്നാണ് നാട്ടുകാർ വിളിക്കുന്ന പേര്. സാധാരണയായി ജൂലൈ മാസത്തിലാണ് ഇവ പുഷ്പിക്കുന്നത്. ഓരോ ചെടിയിലും നിരവധി പൂക്കൾ വിരിയും. മഴയുടെ ശക്തി കുറഞ്ഞ് വെയിൽ കനക്കുന്നതോടെ വാടിപ്പോകുന്ന പൂക്കളും ചെടികളും പിറ്റേ വർഷം മഴക്കാലത്താണ് വീണ്ടും വളർന്നു പൂക്കുന്നത്. ഓണക്കാലത്ത് മാത്രം ദൃശ്യമാകുന്ന പൂക്കളുടെ നിറശോഭ ആസ്വദിക്കാൻ ഒട്ടേറെ പേർ ചാറ്റിലാംപാടത്തേക്ക് എത്തുന്നുണ്ട്. എറവിലുള്ള രമേശിന്റെ ശ്രേയസ് ഹോട്ടലിൽ ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ ഊണ് കഴിക്കാൻ നല്ല തിരക്കായിരുന്നു. സൗജന്യ ഭക്ഷണം കഴിച്ച് ഊണിന്റെ വിലയേക്കാൾ 4-5 ഇരട്ടി നൽകി വർഷങ്ങളായുള്ള പുണ്യപ്രവൃത്തിയിൽ ഭാഗാഭാക്കാകാനായിരുന്നു ഈ തിരക്ക്. ഉത്രാടദിന വരുമാനം അവശരെ സഹായിക്കാൻ നൽകാനായി ഈ ദിവസം ഊണും വിഭവങ്ങളും ഇവിടെ കാലാകാലങ്ങളായി സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഈ ദിവസം ഈ ഹോട്ടലിന്റെ പണപ്പെട്ടി അടഞ്ഞാണിരിക്കുക.
പകരം ആളുകൾ ഒരു ഊണിന്റെ തുകയ്ക്ക് പകരം നൽകുന്ന 2ഉം 5ഉം ഇരട്ടിയും വരുന്ന തുകകൾ നൽകും. ഈ സംഖ്യ നാട്ടിലെ അവശത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നൽകും. ഈ പുണ്യപ്രവൃത്തി ആരംഭിച്ചിട്ട് 19 വർഷമായി. ശ്രേയസ് ഹോട്ടൽ നടത്തുന്ന രമേഷിന്റെ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കുചേരാനായി നാട്ടുകാരും വ്യാപാരികളും സുഹൃത്തുക്കളും സഹപാഠികളും പുറമേ നിന്നുള്ളവരും ഉത്രാട ദിനത്തിൽ എത്തിച്ചേരും. ഈ ഉത്രാട ദിവസം ശ്രേയസ് ഹോട്ടല് വ്യത്യസ്തമായിട്ടൊരു ഉത്രാട സദ്യയാണ് നടത്തുന്നത്. ഇന്ന് ഈ വർഷത്തെ ഉത്രാട സദ്യ ഞാനും കൂടി പങ്കെടുത്തു. പങ്കെടുക്കാൻ കാരണം ഇതാണ്, ഇത്തവണത്തെ ആ സഹായത്തിൽ ഞാനും കൂടി പങ്കാളിയാവുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉത്രാട സദ്യ ഇവിടെ ആക്കിയെന്ന് മാത്രം. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു മാതൃകയാണ് വാസ്തവത്തിൽ. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന് 44 വർഷം മുൻപ് പഴയൊരു കെട്ടിടത്തിൽ ആരംഭിച്ചതാണ് ശ്രേയസ് ഹോട്ടൽ. എറവ് പതിയത്ത് വേലായുധന്റെ മകൻ രമേശ് 3 പതിറ്റാണ്ട് മുൻപാണ് ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 19 വർഷം മുൻപ് നാട്ടിലെ സുഹൃത്തുക്കൾക്കും സാധുജനങ്ങൾക്കും ഓണത്തിന് ഉത്രാട ദിനം തന്റെ വക സൗജന്യമായി ഒരു ഓണസദ്യ നൽകിക്കൊണ്ടായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം. ഇത്തവണത്തെ ഉത്രാടം സദ്യ കൊണ്ട് കിട്ടിയ പണം അരിമ്പൂരിലെ ജനപ്രതിനിധിയായിരുന്ന മുരളിയുടെ ചികിത്സാ സഹായ സമിതിയിലേക്കാണ് നൽകിയത്. 12 തരം കറികളും 2 തരം പായസവും ആളുകൾക്ക് വിളമ്പി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരനടക്കം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ രമേശിന്റെ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കുചേരാനായി ഉത്രാട സദ്യ ഉണ്ണാനെത്തി. പിരിഞ്ഞുകിട്ടിയ 51,000 രൂപ മുരളി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കൈമാറി. TCV ന്യൂസ്, തൃശൂർ. കടലിൽ വലയെറിഞ്ഞ ജില്ലാ കളക്ടറുടെ ഓണാഘോഷം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്രാടനാളിൽ അഴീക്കോട് കടലിൽ വലവീശാനിറങ്ങുകയായിരുന്നു. അനൌദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെത്തിയ കളക്ടർ ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിൽ തൊഴിലാളികൾക്കൊപ്പം കടലിലിറങ്ങുകയായിരുന്നു. 13 കിലോമീറ്ററോളം ദൂരം കടലിൽ സഞ്ചരിച്ച കളക്ടർ തൊഴിലാളികൾക്കൊപ്പം വലയെറിഞ്ഞ ഉത്രാടനാൾ അവിസ്മരണീയമാക്കി. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ശങ്കരനാരായണന് കഴുത്തിലണിയാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയിനും ലോക്കറ്റും നൽകി. ഏറ്റുമാനൂർ വൈഷ്ണവ ഗണപതി ആനപ്രേമി സംഘമാണ് ചെയിനും ലോക്കറ്റും സമർപ്പിച്ചത്. കിഴക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് നന്ദൻപിള്ള ചെയിനും പേരെഴുതിയ ലോക്കറ്റും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് നൽകി. ചെയർമാനും അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും ചേർന്ന് കൊമ്പന്റെ കഴുത്തിൽ ചാർത്തി. കൊടുങ്ങല്ലൂരിൽ ഓട്ടോ ഡ്രൈവറായ BJP നേതാവിനെ മർദ്ദിച്ചതായി പരാതി. BJP ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പ്രദീപ് ചള്ളിയലിനെയാണ് ഒരു സംഘം മർദ്ദിച്ചത്. മോഡേൺ ആശുപത്രി പരിസരത്തുള്ള ഓട്ടോ ലാൻഡിന് സമീപമായിരുന്നു സംഭവം. മറ്റൊരു ഓട്ടോറിക്ഷ റോഡരികിൽ നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ സർവീസ് സെന്റർ ജീവനക്കാരനായ യുവാവ് തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഒരു സംഘം എത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രദീപ് പറഞ്ഞു. പരിക്കേറ്റ പ്രദീപിനെ കൊടുങ്ങല്ലൂർ AR മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി 10 അടി ഉയരമുള്ള 6 പാക്ക് മഹാബലിയെ നിർമ്മിച്ച വിദ്യാർത്ഥികൾ. കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ കൂറ്റൻ മഹാബലിയുടെ രൂപം നിർമ്മിച്ചത്. സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെയാണ് 2 ആഴ്ച കൊണ്ട് മഹാബലിയുടെ രൂപം മെനഞ്ഞെടുത്തത്. മുള, ചണനൂൽ, പഴയ പത്രക്കടലാസ് എന്നിവ ഉപയോഗിച്ചാണ് രൂപം നിർമ്മിച്ചത്. നിർമ്മിതിക്കാവശ്യമായ മുളകൾ സ്കൂൾ ക്യാമ്പസിൽ നിന്ന് തന്നെ കണ്ടെത്തിയതാണ്. നിർമ്മാണത്തിന്റെ ഓരോ തലവും മനസ്സിലാക്കുവാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിച്ചു. ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളോടനുബന്ധിച്ച് മഹാബലിയുടെയും സാന്താക്ലോസിന്റെയും വലിയ രൂപങ്ങൾ നിർമ്മിക്കുന്ന പതിവ് സ്കൂളിൽ നേരത്തെയുണ്ട്. ഇതാദ്യമായാണ് 10 അടിയോളം ഉയരമുള്ള മഹാബലിയുടെ രൂപം നിർമ്മിച്ചത്. ചിത്രകലാ അധ്യാപകൻ PM പ്രസാദ്, ക്രാഫ്റ്റ് ടീച്ചർ TS ആഷ്ന എന്നിവരുടെ മാർഗനിർദ്ദേശമനുസരിച്ചായിരുന്നു നിർമ്മാണം. ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ക്ലാസ് മുറികളിലും പൂക്കളങ്ങൾ ഒരുക്കാൻ ആവശ്യമായ 10,000-ഓളം ചെണ്ടുമല്ലി പൂക്കൾ നേരത്തെ തന്നെ സ്കൂൾ അങ്കണത്തിൽ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്നു.
കണിമംഗലം പുനർജീവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദേശക്കുമ്മാട്ടി അരങ്ങേറി. ക്ലബിലെ ഏറ്റവും ജൂനിയർ അംഗമായ മിത്ര നിധിൻ കുമ്മാട്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, ലിംന മനോജ്, ക്ലബ്ബ് സെക്രട്ടറി ജിതിൻ, പ്രസിഡന്റ് നൂബിൻ എന്നിവർ പങ്കെടുത്തു. കുമ്മാട്ടി വേഷങ്ങൾക്കൊപ്പം നാസിക് ഡോളിന്റെ അകമ്പടിയിൽ വിവിധ കലാരൂപങ്ങളും അണിചേർന്നു. BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണാഘോഷവും BKD FMCG ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും നടന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആലത്തൂരിലെ ഫാമിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം MLA KD പ്രസേനൻ നിർവഹിച്ചു. സൊസൈറ്റിയുടെ BKD നിത്യോപയോഗ സാധനങ്ങളായ സ്റ്റീമഡ് പുട്ടുപൊടി, പത്തിരിപ്പൊടി, ഈസി പാലപ്പം മിക്സ്, റോസ്റ്റഡ് റവ, സ്റ്റീമഡ് ഗോതമ്പ് പുട്ടുപൊടി, ചെമ്പ പുട്ടുപൊടി എന്നിവയുടെ വിപണന ഉദ്ഘാടനമാണ് നടന്നത്. കൂടാതെ 100-ൽ പരം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം C സതീഷ്, ചലച്ചിത്ര താരം ലിയോണ ലിഷോയ്, സിനിമ സീരിയൽ താരങ്ങളായ ലിഷോയ്, ആനന്ദ്, സൊസൈറ്റി ചെയർമാൻ PS ബിന്ദുകുട്ടൻ, വൈസ് ചെയർപേഴ്സൺ പ്രവീണ വിജയൻ, മാനേജിംഗ് ഡയറക്ടർ E ദിലീപ് ദാസ്, CEO സ്നോപ്പി ബിന്ദുകുട്ടൻ എന്നിവർ സന്നിഹിതരായി. തുടർന്ന് നടന്ന സൊസൈറ്റിയുടെ ഓണാഘോഷം വർണ്ണാഭമായി. ജീവനക്കാരുടെ തിരുവാതിരക്കളി, വടംവലി, കസേരക്കളി തുടങ്ങിയ കലാകായിക മത്സരങ്ങൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഫാമുകളിൽ ഒന്നാണ് ആലത്തൂർ നെല്ലിക്കൽക്കാടുള്ള BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടേത്. 12.5 ഏക്കർ സ്വന്തം ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാമിൽ 200-ലധികം പശുക്കളും 150-ലധികം ആടുകളും 50,000-ലധികം മീനുകളും 40,000-ലധികം കോഴികളും 2,000-ലധികം ആയുർജാക്ക പ്ലാവുകളുമാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്താണ് സൊസൈറ്റിയുടെ പ്രവർത്തനം. പൂങ്കുന്നം സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഉത്രാട പുലിവര സംഘടിപ്പിച്ചു. തൃശൂരിലെ പുലിക്കളി ചരിത്രത്തിനോടൊപ്പം വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായി പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പുലിവര ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പൂക്കളും പെയിന്റും ഉപയോഗിച്ച് പുലിമുഖം വരച്ചാണ് പുലിവരയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുലിക്കളി സംഘാടക സമിതി പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ K കേശവദാസ്, സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ജനറൽ കൺവീനർ AK സുരേഷ്, ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപു, MG സോണി, I മനീഷ് കുമാർ, K വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. LP വിഭാഗം മുതൽ ഡിഗ്രി വിഭാഗം വരെയുള്ള 50ഓളം വിദ്യാർത്ഥികൾ പുലിവര മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പുലിക്കളി ചമയ പ്രദർശന ഉദ്ഘാടന ചടങ്ങിൽ കളക്ടർ വിതരണം ചെയ്യും. കൊടുങ്ങല്ലൂർ പേ ബസാറിൽ മാതാപിതാക്കളോടൊപ്പം ബേക്കറിയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ബാലികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. ബേക്കറി ഉടമയുടെ ബന്ധുവായ പുന്നയ്ക്കൽ അഷ്റഫിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം 3 പീടികയിൽ വാച്ചുകടയുടെ ചില്ല് തകർത്തതായി പരാതി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രസിഡന്റ് MK ഇക്ബാലിന്റെ ഉടമസ്ഥതയിലുള്ള പോപ്പുലർ വാച്ച് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനത്തിന്റെ ഷോക്കേസിന്റെ ചില്ലാണ് തകർത്തത്. വ്യാപാരി സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ബാബു തല കീഴായി തൂങ്ങിയാടിയും മറ്റ് അഭ്യാസങ്ങളുമായി ശ്രമം തുടരുകയാണ്. ഒരു ചാൺ വയറിനാണ് ഇയാൾ തെരുവിൽ ഒറ്റയാൾ സർക്കസ് നടത്തിയത്. പൊള്ളാച്ചി സ്വദേശി ബാബു കമ്പിയിൽ തല കീഴായി കിടന്ന് മറിഞ്ഞും അപകടകരമായ ഒത്തിരി വിദ്യകൾ ആരെങ്കിലും കാണുമെന്ന പ്രതീക്ഷയോടെ അവതരിപ്പിച്ചു. എരവ് അഞ്ചാങ്കല്ല് ബസ് സ്റ്റോപ്പിലാണ് ബാബുവിന്റെ അഭ്യാസ പ്രകടനം നടന്നത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരാണ്ടിന്റെ നിറസാഫല്യവുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി പടികടന്നെത്തുന്നു. ഐശ്വര്യത്തിന്റെയും പ്രത്യാശയുടെയും പൊൻകിരണവുമായി നാളെ തിരുവോണം. ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക്. തിരുവോണത്തിന് 10,000 പേർക്ക് പ്രസാദൂട്ടൊരുക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് തൃശൂരിൽ മൗനജാഥ നടന്നു. പട്ടിക്കാട് വൻ സ്പിരിറ്റ് വേട്ട. 18,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിൽ. പോലീസ് അക്കാദമിയിലെ IR ബറ്റാലിയനിലെ സേനാംഗങ്ങൾക്ക് തിരുവോണത്തിന് അവധി പ്രഖ്യാപിച്ചു. TCB വാർത്തയെ തുടർന്നാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.